ചന്ദ്രേട്ടാ, ഇതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്ന നിലയ്ക്ക് ഇത് ഈ കഥയുമായി സാറ് ഇങ്ങോട്ട് വന്നതാണോ അത് അങ്ങോട്ട് പോയതാണോ എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ഒരു ഇത് വന്നത് അണ്ടർസ്റ്റാൻഡിങ്? ഇപ്പോൾ നേരത്തെ ഇതിന് ഡയറക്ടർ ബിജു പറഞ്ഞ പോലെ തന്നെ ഞങ്ങളൊരു ഗ്രൂപ്പിലെ മെമ്പേഴ്സാണ്. അപ്പോൾ ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സിൽ ബന്ധപ്പെട്ടും ബിജു ഇങ്ങനെ മെസ്സേജ് വന്നു, അങ്ങനെ പരിപാടി ചെയ്യുന്നുണ്ട്, പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ബന്ധപ്പെട്ടു. പിന്നെ എന്നോട് കഥ പറഞ്ഞു, കഥ ഇഷ്ടപ്പെട്ടു, നല്ലതാണ്, ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല, ചെയ്തിട്ടില്ല. ഞാൻ 6 വർക്ക് ചെയ്ത ആളാണ്, ഡയറക്റ്റ് ചെയ്തതാണ്. കഥ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞങ്ങൾ പരിപാടിയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. ഇതുവരെ ഒരു ഡയറക്ഷനും ചെയ്യാത്ത ഒരാൾ ഇങ്ങനത്തെ ഒരു കഥയുമായി വരുമ്പോൾ അല്ല, നമ്മളെ മെയിൻ പ്രശ്നം സാമ്പത്തികമാണല്ലോ. മറ്റൊക്കെ നമുക്ക് എന്തായാലും ഉണ്ടാക്കാം. എങ്കിലും ആദ്യത്തെ ഈ ബിജു എന്ന് പറയുന്നത് നല്ലൊരു ഡയറക്ഷൻ സ്കില്ല് തന്നെ കാണിച്ചത്. ഞാൻ 6 ഡയറക്റ്റ് ചെയ്തിട്ടും എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നല്ലൊരു മികവ് നല്ല ഡയറക്ടറാണ്. ഭാവിയിൽ നല്ല ഡയറക്ടറായി വളരാൻ സാധ്യത ഉണ്ട്. ഇപ്പോൾ ചന്ദ്രേട്ടൻ ഒരുപാട് ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ടുള്ള ആളാണല്ലോ. ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഈ ഇതിൻ്റെ തീമും പിന്നെ ഇതിൻ്റെ ഡയറക്ഷനും ഒക്കെ മൊത്തത്തിൽ എന്താണ് അഭിപ്രായം? ഇത് നല്ലൊരു മെസ്സേജാണ്, നമ്മൾ ചെറുപ്പക്കാർക്ക് കൊടുക്കുന്ന മെസ്സേജാണ്. അതായത് നമുക്ക് ഒരുപാട് ജോലികൾ ഈ നാട്ടിൽ ഉണ്ടെങ്കിലും പലരും ചെയ്യാൻ മടിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു നല്ല നിലയ്ക്ക് എത്തിപ്പെടാനുള്ള ഒരു കഥയും കൂടിയാണ്, ഒരു വർക്കാണത്. തീർച്ചയായിട്ടും എല്ലാവരും കാണുമെന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ക്യാമറ മറ്റേ മറ്റു ഡബ്ബിങ് പിന്നണി പ്രവർത്തനങ്ങളൊക്കെ ഒരാളാണ് ചെയ്തിരിക്കുന്നത്, ഷംസു വല്ലപ്പുഴ. അതിപ്പോൾ അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ എന്താണ് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം? എനിക്കദ്ദേഹം 100% അദ്ദേഹത്തോട് എനിക്ക് 100% ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുന്നു. എൻ്റെ 6 വർക്കും ചെയ്ത അദ്ദേഹമാണ്. ഇത്ര ഒരു ആത്മാർത്ഥമുള്ള ഒരു ക്യാമറമാനെ കണ്ടില്ല. ക്യാമറമാനല്ല, ഇപ്പോൾ എഡിറ്റിങ്, ഡബ്ബിങ്, എന്തിനേലും ഇത്ര ഏത് വർക്കാണെങ്കിൽ ആദ്യം ആ സ്പോട്ടിലെത്തുന്നത് ഇദ്ദേഹമായിരിക്കും. ഞാൻ ഇന്നിപ്പോൾ രാവിലെ വിളിച്ചു 8 മണിക്ക് പുറപ്പെട്ടുണ്ട്. അപ്പം അത്ര എല്ലാവർക്കും അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ പിന്നെ ഒന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. ക്യാമറ, എഡിറ്റിങ്, ഡബ്ബിങ്, മ്യൂസിക് എല്ലാം കറക്റ്റായിട്ട് ചെയ്യും. അതുകൊണ്ട് ഞാൻ ആദ്യം ബിജുവിനോട് പറഞ്ഞ് ഇങ്ങനെ ആളുണ്ട് എൻ്റെ വരെ വർക്ക് ചെയ്ത് അദ്ദേഹത്തിനെ കണ്ടുകൊണ്ടു. ഇപ്പോൾ വർക്ക് പ്രിവ്യൂ ചെയ്തപ്പോൾ കണ്ടല്ലോ, അതിലിപ്പോൾ സാറ്റിസ്ഫൈഡ് ആണോ? 100% സാറ്റിസ്ഫൈഡ്. എല്ലാ വർക്കും A to Z വരെയുള്ള എല്ലാ വർക്കും 100% സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ എന്താണ് ഇതിന് പറയാനുള്ളത് പ്രേക്ഷകരോട്? പ്രേക്ഷകർ ഇത് കാണണം. നിങ്ങൾക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് കാണണം. ഓരോ ചെറുപ്പക്കാരനും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്.